എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നസെൻ്റ് ഇല്ലാത്ത ഓർമ്മകൾ വളരെ അപൂർവമേ ഉള്ളൂ. ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നത് 40-40 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായി ചേർന്നിട്ട് 2-3 ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞ് വേറൊരു ചിത്രം എടുക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുക. സംവിധാനം ചെയ്യുന്നത് മോഹൻ. ആ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതാൻ വേണ്ടി അന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ ചെന്നൈയിൽ വന്നു. ആ എഴുത്തുകാരൻ ഒരു 10-15 ദിവസം കൊണ്ട് ഭയങ്കര തിരക്കിട്ട് ഒരു തിരക്കഥ എഴുതി ഉണ്ടാക്കി. 45 വർഷങ്ങൾക്ക് മുമ്പുള്ള തിരക്കഥയിലെ ഒരു ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അത് ഞാൻ പറയാം. അതിതാണ്: ഡാഡി ഡാഡി എന്ന് വിളിച്ചാൽ പോരാ, കുറേശ്ശെ പേടിയും വേണം. എന്ന് വെച്ചാൽ വികാരപ്രാസം. അതൊരു ഭയങ്കര ഡയലോഗായിട്ട് ആണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ ഇന്നസെന്റിന്റെ സുഹൃത്ത് രാമകൃഷ്ണനും ഞാനും ഇന്നസെന്റും കൂടി ഈ തിരക്കഥ ഒരു ദിവസം വായിച്ചപ്പോൾ എല്ലാവരും നിരാശയോടുകൂടി, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡയലോഗിന് ചിരിച്ചു എന്നുള്ളത് ശരിയാണ്, ആ ചിരിയുടെ അർത്ഥം പക്ഷേ അറിയായിരുന്നു എന്ന് മാത്രം. ഈ പടം എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത്രയും മോശം ഒരു സംഗതിയായിരുന്നു അത്. അപ്പോൾ ഇന്നസെന്റ് നിരാശയോടുകൂടി എന്നോട് ചോദിച്ചു, എടാ ഇതിനേക്കാൾ നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റൂല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ നന്നായിട്ട് ആർക്കും എഴുതാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ മുതൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2.5 കിലോമീറ്റർ ദൂരത്താണ് ഇന്നസെന്റ് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അവിടേക്ക് നടന്നു പോകും. രാവിലെ രാത്രി വരെ ഭക്ഷണം കഴിക്കും. അതിനിടയിൽ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ സംസാരിച്ച് എന്തൊക്കെയോ എഴുതും. പക്ഷെ എന്തൊക്കെയായാലും ആദ്യം എഴുതിയതിനേക്കാൾ ഭേദമായിരുന്നു എന്ന് പറയാം. അതൊരു സിനിമയായി. അതാണ് സത്യം പറഞ്ഞാൽ പിൽക്കാലത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാരംഭം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതാണ്. എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിചയം അവിടെ നിന്നാണ്, ഇന്നസെന്റിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരു എന്ന് പറയുന്ന സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ കൂടുതലൊരു ചെറിയ തമാശ പറയാം. അപ്പോൾ ഇതൊക്കെ ഇതുവരെ പറഞ്ഞതൊക്കെ ഭയങ്കര ഗൗരവമാണെന്നൊന്നും വിചാരിച്ചിട്ട് പറയല്ല, എന്നാലും ഞാൻ പറയാം. അതായത് മമ്മൂട്ടി നായകനായിട്ട് അഭിനയിക്കുന്ന പ്രജാപതി എന്ന് പറയുന്ന സിനിമയുണ്ട്. രഞ്ജിത്താണ് സംവിധായകൻ. കോയമ്പത്തൂരിനടുത്തുള്ള ഗോപിച്ചട്ടിപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയൊരു വീട്ടിൽ വെച്ചാണ് ഷൂട്ടിങ് നടക്കുന്നത്. ഒരു മുറിയിൽ ഞാനും അബൂ സലീം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് മുറ്റത്ത് മമ്മൂട്ടിയും കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അബൂ സലീം അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ചുരുക്കി പറയാം ശ്രീനേട്ടാ, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡാ. ഞാൻ പറഞ്ഞു, ഞാൻ സെൻട്രൽ ഫോർവേഡാ. അബൂ സലീം ചിരിച്ചിട്ട് പുറത്തേക്ക് ഓടി, മമ്മൂക്ക ഇത് കേട്ടോ, ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞപ്പോൾ ഈ ശ്രീനേട്ടൻ പറയാ അദ്ദേഹം സെൻട്രൽ ഫോർവേഡാണ്. അപ്പം മമ്മൂട്ടി ഏകദേശം തലക്കടി കിട്ടിയ മാതിരി ഇങ്ങനെ ഒരു നോട്ടം. ആ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. മറ്റുള്ളവരൊക്കെ ചിരിച്ചപ്പോൾ പുള്ളി ചിരിക്കാതെ സീരിയസ് ആയിട്ട് നോക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ
ആലോചന എന്താന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. പുള്ളിയുടെ ഡയലോഗ് ശരിക്കും ഫുട്ബോളിൽ സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് ക്രിക്കറ്റേ അറിഞ്ഞുകൂടാതുള്ളൂ എന്നുള്ളത്. ഇപ്പൊ ഇത് മനസ്സിലായി, ഫുട്ബോൾ അറിഞ്ഞുകൂടാതെ പിടിയിട്ട് പോട്ടെ എന്ന് പറഞ്ഞ അതേക്ക് പോയി. മൈക്ക് കിട്ടിയാൽ ഏത് സമയത്തും എങ്ങനെയും നമ്മൾ അവിടെ കൊണ്ടെത്തിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീനിയേട്ടൻ എല്ലാരും ഒരു ഗംഭീര കയ്യടി. താങ്ക് യു. ഇവരെല്ലാരും റെപ്രസെന്റ് ചെയ്ത് ടോവി ഈ ഒരു മൊമെന്റിനെ കുറിച്ച് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു വേദിയിൽ ഇവരുടെ എല്ലാവരുടെയും കൂടെ നിൽക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമായിട്ട് കരുതുന്നു. ജഗതി ചേട്ടനുമായിട്ട് ഒരുമിച്ച് അഭിനയിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ശ്രീനേട്ടനും ഞാനും 2 സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും അവാർഡ് അത് കൊടുക്കാൻ, ആ അംഗീകാരം കൊടുക്കാൻ മാത്രമുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എങ്കിലും എന്നെ അതിന് വിളിച്ചത് എനിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമായിട്ട് കരുതുന്നു. താങ്ക് യു ഫ്ലവേഴ്സ് TV, താങ്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന ഇത്രയും പേരെ ഒരുമിച്ച് ഒരു വേദിയിൽ നിൽക്കാൻ സാധിക്കുന്നു, അവരെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. താങ്ക് യു സോ മച്ച്. സൗബിക, നെക്സ്റ്റ് ടൈം ഒരു പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ 2 പേരുമുള്ള പരിപാടിയാണെങ്കിൽ ഒരു ഫോട്ടോ ഞാൻ അങ്ങോട്ടേക്ക്, ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയക്കണം. ഓക്കെ, ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിൽ പെട്ടുപോയി. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു എവ്രി വൺ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിയായാലും ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങളാണേലും സമ്മാനിച്ച മഹാരഥന്മാരെല്ലാവരും ഒരു വേദിയിൽ നിൽക്കുന്നതിന് ഒരു ഉഗ്രം കഴിയുന്നു. താങ്ക് യു എവ്രി വൺ. താങ്ക് യു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. താങ്ക് യു. മലയാളത്തിന്റെ സ്വന്തം അമ്പിളിച്ചേട്ടന് അദ്ദേഹം നമ്മളെ ഈ പ്രസൻസ് വെച്ച് ഗ്രേസ് ചെയ്തതിന് ഒരു ഉഗ്രം കൈഡി കൊടുക്കൂ. അദ്ദേഹത്തിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു സർ. മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ 3, 4. പൊൻവീണേ എന്നുള്ളിൻ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ ദൂതും പേറി നീങ്ങും മേഘം മണ്ണിനേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി പൊൻവീണേ എന്നുള്ളിൻ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. വെൺമതികല ചൂടും വിണ്ണിൻ ചാരുതയിൽ പൂഞ്ചിറകുകൾ നേടി വാനിൻ അതിരുകൾ തേടി പറന്നേറുന്നു മനം
മറന്നാടുന്നു. സ്വപ്നങ്ങൾ നീതും നവരത്നങ്ങൾ പെയ്തും സ്വപ്നങ്ങൾ നീതും നവരത്നങ്ങൾ പേരും അറിയാതെ അറിയാതെ അമൃത സരസിൻ കരയിൽ പൊൻവീണേ എന്നുള്ളിൻ മൗനം വാങ്ങൂ. ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകും. ചെന്തളിരുകളോലും കന്യാവാടികയിൽ മാനിനകളെ നോക്കി കയ്യിൽ കറുകയുമായി വരം നേടുന്നു, സ്വയം വരം കൊള്ളുന്നു. ഹേമന്തം പോലെ നവവാസന്തം പോലെ ഹേമന്തം പോലെ നവവാസന്തം പോലെ ലയം പോലെ നലം പോലെ അരിയ ഹരിത വിരിയിൽ പൊൻവീണേ എന്നുള്ളിൻ മൗനം വാങ്ങൂ. ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകും. ദൂതും പേറി നീങ്ങും മേഘം മണ്ണിൻ മേഘം ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. ലാ ലാ